പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ക്രിസ്മസ് ഒക്കെ നന്നായി ആഘോഷിച്ച് ഇന്ന് വീണ്ടും നമ്മളുടെ തിരുപ്പട്ടങ്ങളൊക്കെ തുടങ്ങുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ഈ ദിവസങ്ങളിലൊക്കെ അച്ഛനും വിചാരിക്കുന്നുണ്ട് ഒരു 3-4 പട്ടണമെങ്കിലും നിർബന്ധമായിട്ട് കൂടണം, അതിൽ 2എണ്ണമെങ്കിലും നിർബന്ധമായിട്ടും മുഴുവൻ സമയവും കൂടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതായത് പൗരോഹിത്യത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ അഭിഷേകം വർദ്ധിക്കും. അതാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് അച്ഛനിത് ഈ പട്ടങ്ങൾ കൂടുമ്പോൾ ഞാൻ കർത്താവ് 10-16 വർഷം മുമ്പ് ദൈവമേ ഒരു ചെമ്മാച്ചനെ നീ അച്ഛനാക്കി ഈ ഒരു 16 വർഷം പൊന്നുപോലെ, അപ്പോൾ അതിനൊക്കെ ഓർത്ത് ധ്യാനിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ഓരോ തിരുപ്പട്ടം കൂടുമ്പോൾ നമ്മളൊക്കെ എത്രയോ പൗരോഹിത്യ ശുശ്രൂഷകൾ, നമ്മുടെ ഒരുപക്ഷെ മാമോദീസ അല്ലെങ്കിൽ സ്ഥൈര്യലേപനം, പിന്നെ വിവാഹം, മാതാപിതാക്കളുടെ അടക്ക്, അങ്ങനെ എത്രയോ നമ്മുടെ പൗരോഹിത്യമായിട്ട് നമ്മുടെ ജീവിതം ശരിക്കും ബന്ധപ്പെട്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ പുരോഹിതർക്ക് വേണ്ടി പട്ടം കെട്ടാൻ പോകുന്ന എല്ലാ ചെമ്മാച്ചന്മാർക്ക് വേണ്ടി ഇന്ന് തുടങ്ങി ആരംഭിക്കുകയായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അച്ഛന് വളരെ സന്തോഷമുള്ളത്, ഞങ്ങളുടെ ഇടവകയിൽ ഒരു പോൾ ചാലിശ്ശേരി അച്ഛൻ, ഞങ്ങളൊക്കെ 10ാം ക്ലാസ്സൊക്കെ ആ സമയത്തൊക്കെ അച്ഛൻ സെമിനാറിൽ ചേർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയൊരു ഇൻസ്പിറേഷനായിരുന്നു പോൾ ചാലിശ്ശേരി അച്ഛൻ. അച്ഛനിപ്പോൾ ജൂബിലിയിൽ വർക്ക് ചെയ്യുന്നു. അച്ഛൻ്റെ 25ാമത്തെ ജൂബിലിയാണ്. 27-ാം തീയതി നാളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പോളച്ചനെ കൂടി നിങ്ങൾ ഓർത്തേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കൊളോസസ് ലേഖനം 3:23. അവിടെ വചനം പറയാണ്, നിങ്ങളുടെ ജോലി എന്ത് തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. എന്ത് തന്നെയായാലും, അത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ യൂണിറ്റിലെ പ്രവർത്തനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല മേഖലയിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ സോഷ്യൽ വർക്കറായിരിക്കാം. എന്ത് തന്നെ, മനുഷ്യരെയല്ല നമ്മൾ പ്രീതിപ്പെടുത്തുന്നത്, മനുഷ്യനെയല്ല ദൈവത്തെയാണ് സേവിക്കുന്നത്. ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ, കാപ്പട്ടിയൊന്നുമില്ലാതെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം. യേശു ഇപ്പോൾ ഓൾറെഡി അല്ലേ നമ്മുടെ ഉള്ളിൽ 25 ദിവസം നോമ്പ് പ്രാർത്ഥനകളൊക്കെ എടുത്ത് ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവരെ കാണിക്കാനല്ല, സ്വന്തം ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് ചെയ്യാൻ തക്ക വിധത്തില്, അതായത് ഈശോന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഈശോ കാണത്തക്ക വിധത്തില്, ഈശോ അറിയത്തക്ക വിധത്തില് ചെയ്യാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങള് 26-ാം തീയതി ഈ ദിവസങ്ങളൊക്കെ തുടങ്ങി കുറെ കൂടി ഉണർവോടെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനൊക്കെ ആയിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.